ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എൻ്റെ ദൈവമേ, എനിക്ക് വീണ്ടും ഉണ്ടല്ലോ ചുമയും പനിയും തുടങ്ങി, തീരുമാനം വയ്യാത്തത് പോണക്ക്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരു ചെറിയൊരു ചുമയൊക്കെ വരുവേ, അതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോട് ഇന്ന് പ്രത്യേകം പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഓടിച്ചു വിട്ടു പോകരുത് കേട്ടോ. നമ്മൾ എവിടെ താമസിച്ചാലും, ഇപ്പം നമ്മുടെ സ്വന്തം വീടായിക്കോട്ടെ, വാടക വീടായിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ് നമുക്ക് ഫ്രീ ആയിട്ട് താമസിക്കാനായിട്ട് നമുക്കൊരു വീട് ശരിയാകുന്ന വരെ താമസിക്കാൻ തരുന്ന ഒരു വീടായിക്കോട്ടെ, ഏതും ആയിക്കോട്ടെ, നമ്മൾ ഒരു ദിവസമേ താമസിച്ചുള്ളതിലും ഉണ്ടല്ലോ നമ്മൾ വീട് വൃത്തിയും വെടുപ്പും ഉള്ളതായിട്ട് കിടക്കണം. എന്താന്ന് ചോദിച്ചാൽ, നമുക്കൊരു ജീവനുള്ളത് പോണക്ക് നമ്മുടെ വീടിനും ജീവനുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ തൊടുപുഴ പോയിട്ട് വരുമ്പോൾ ഞാൻ വിഷ്ണുവിനോട് പറയുവേ, ഇങ്ങോട്ട് നമ്മുടെ ആലപ്പുഴ ജില്ലയിലോട്ട് കയറുമ്പോഴേ ഞാൻ പറയും, ഹോ എൻ്റെ വിഷ്ണു, എനിക്ക് ശ്വാസം വീണത് ഇപ്പോഴാണ്. നമ്മുടെ വീടടുക്കുമ്പോഴത്തേനും നമുക്ക് പ്രത്യേകിച്ചൊരു ഉണർവും ഉന്മേഷവും ഒരു സന്തോഷവും നമുക്ക് വരുമല്ലേ. നമ്മൾ നമ്മുടെ വീട് അടച്ചിട്ടിട്ടുണ്ടല്ലോ, ദിവസങ്ങളോളം മറ്റൊരു വീട്ടിൽ പോവുമോ അല്ലെങ്കിൽ ഒരു ടൂറിന് പോവുമോ, ഇതിലാലൊന്നും ചെയ്യരുത്. നമ്മൾ ജീവിക്കുമ്പോഴാണ്, അല്ലെ നമ്മൾ ആ വീട്ടിലുള്ളപ്പോഴാണ് നമ്മുടെ വീടിനൊരു ഉണർവും ജീവനും ഉള്ളത്. നമ്മൾ വീട് അടച്ചിട്ടിട്ടൊന്ന് പോയി നോക്കിക്കേ, നമ്മൾ വരുമ്പോഴത്തേനും കാടും പള്ളയും ചപ്പും എല്ലാം കയറി മാറാരെയും വീടിൻ്റെ അകത്ത് പിടിച്ച് പൊടിപടലങ്ങളും എല്ലാം പിടിച്ച് നാശകോശം. അപ്പം നമ്മൾ കാണും, എന്നാ പറയും, അല്ലെ പുറത്ത് നിൽക്കുന്നവർ കണ്ടോ, അയ്യോ ചത്ത വീട് പോണക്കാ വീട് കിടക്കുന്നേന്ന്. അപ്പോൾ എന്താ, ഞാൻ പറഞ്ഞില്ല, ചാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെ മരിക്കുക എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത അവസ്ഥ. നമ്മുടെ വീടിനൊരു ജീവൻ ഉണ്ടാകത്തില്ല. നമ്മൾ ആ വീട്ടിൽ നമ്മുടെ അടിയും കളിയും ചിരിയും ചെറിയ ചെറിയ വഴക്കുകളും പിണക്കങ്ങളും ഒക്കെ കൊണ്ടാണ് നമ്മുടെ വീട് ഉണർന്നിരിക്കുന്നത്, നമ്മുടെ വീടിനൊരു ജീവൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോയാലുണ്ടല്ലോ, നമ്മളൊരു വീട്ടിൽ വിരുന്നിന് പോയി, നമ്മൾ രാവിലെ പോയാൽ വൈകിട്ട് നമ്മൾ തിരിച്ചു വന്നോളോന്നേ. അതല്ല, ഒരു ദിവസം നമുക്ക് നിവൃത്തികേടിൻ്റെ പുറത്ത് ഒരു ദിവസം തങ്ങിയാൽ നമ്മൾ പിറ്റേന്ന് തന്നെ തിരിച്ചു പോരണം. പിന്നെ നമ്മൾ ചില സാഹചര്യത്തിൽ നമുക്ക് ചിലപ്പോൾ ഒരു 3-4 ദിവസമൊക്കെ മാറി നിൽക്കേണ്ടി വരും. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമുക്ക് ഏറ്റവും അധികം വിശ്വാസമുള്ളവരെ വിളിച്ചിട്ട്, ഇതേ ഞങ്ങൾ ഇന്നത് പോണക്ക് പോവുക കേട്ടോ, ഞങ്ങൾ വരുന്നോടം വരെ വീട്ടിലൊന്ന് നിൽക്കണം കേട്ടോ, നമുക്ക് അത്രയും ഉറപ്പും വിശ്വാസമുള്ളവരെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയും, നമ്മൾ അവരെ നിർത്തുക. നമ്മുടെ വീട്ടിൽ അടിച്ചു തെളിച്ച് വിളക്ക് വെക്കാൻ പ്രത്യേകം പറയണം. തിരി കത്തിക്കുന്നവരാണ് അത് ചെയ്യാൻ പറയണം കേട്ടോ. അതിനൊന്നും ഒരു മുടക്കവും വരുത്തരുത്. അപ്പം ഈ കാര്യം നിങ്ങളുടെ ഓർമ്മയിൽ സൂക്ഷിച്ചു വെച്ചിരണം. കാരണം നമ്മൾ എവിടെ പോയി എത്ര നാൾ കഴിഞ്ഞ് വന്നാലും നമുക്ക് നമ്മുടെ വീട് തന്നെയാണ് സ്വന്തം. അതാണ് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതും. അല്ലാതെ നമ്മൾ പോയി 10 ദിവസം വേറൊരിടത്ത് നിന്നിട്ട് വന്നാലും അവിടെ ആ 10 ദിവസം നമ്മൾ ഒരു ഗസ്റ്റായിട്ട് നിൽക്കാവുന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ വീടാണ് നമ്മുടെ സ്വന്തം. അത് വാടക വീടായിക്കോട്ടെ, മറ്റൊരാളുടെ ആയിക്കോട്ടെ, നമ്മുടെ സ്വന്തം ആയിക്കോട്ടെ. അപ്പം നമ്മൾ നമ്മുടെ വീടിനെ സ്നേഹിച്ച് നമ്മുടെ വീടിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക. നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ കൂട്ടത്തിൽ ആ വീടും ഉണ്ടാകും, ഇല്ലേ? അങ്ങനെ തന്നെ നിങ്ങൾ ശീലിക്കണം കേട്ടോ. ഇത് ഞാൻ പല വീഡിയോയിലും പറയണമെന്ന് ഓർത്തിട്ടുണ്ടല്ലോ, ഞാനത് വിട്ടുപോയതാ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പലരും പറയും, ചേച്ചി ഞാൻ നേർച്ച നേർന്നു ഫലിച്ചില്ല, അല്ലെ 12 എഴുതി ഫലിച്ചില്ല, അല്ലെ ഏതും ആയിക്കോട്ടെ നിങ്ങൾക്ക് ഫലം കണ്ടില്ലെന്ന് പറയും. അപ്പം പറയും, ഞാൻ ഇന്നത് ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി ഇന്ന നേർച്ച നേർന്നു, അല്ലെ ഭഗവതി ക്ഷേത്രത്തിൽ പോയി നേർന്നു, അല്ലെ പള്ളിയിൽ പോയി നേർന്നു, എവിടെയെങ്കിലും ആയിക്കോട്ടെ നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് നേർച്ച ചെയ്തു. ഞാൻ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ പ്രാർത്ഥന കേട്ടില്ല ചേച്ചി, എനിക്ക് എന്താ ഇങ്ങനെ കേൾക്കാത്തത്, എന്തെങ്കിലും കുറവ് വശങ്ങളുണ്ടോ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നോടൊക്കെ പറഞ്ഞു, ഞാനുണ്ടല്ലോ അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയി അത് ചെയ്തിട്ട് ഫലിച്ചില്ല. ഒട്ടനെ ഞാൻ ഭഗവതി ക്ഷേത്രത്തിൽ പോയി ഭഗവതിയോട് വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഭഗവതിക്ക് ഒരു പട്ടും ഞാൻ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ചേച്ചി, 2-3 ദിവസത്തിനകം ഞാൻ ആഗ്രഹിച്ച കാര്യം സാധിച്ച് ചേച്ചി. അപ്പം അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോയതും പ്രാർത്ഥിച്ചതും ഒക്കെ വെറുതെ ആയി പോയെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണയാകട്ടോ, ഭഗവതി എന്ന് പറഞ്ഞാൽ അമ്മയാ. അമ്മ മക്കൾക്ക് ഓൾ ഇൻ ദ സ്പോട്ടിൽ മറുപടി തരും. മാറ്റേണ്ട കാര്യങ്ങളാണെങ്കിൽ മാറ്റും, ചെയ്തു തരേണ്ട കാര്യങ്ങളാണെങ്കിൽ ചെയ്തു തരും, അതൊക്കെ ഉറപ്പാണ്. പക്ഷേങ്കിൽ അയ്യപ്പനായിക്കോട്ടെ, ശ്രീകൃഷ്ണനായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമുക്ക് അനുഗ്രഹം തരാത്തത് വേറൊന്നും കൊണ്ടുമല്ല. നമുക്ക് ചിലപ്പോൾ മുജ്ജമ്മ പാവം കാണും, അല്ലെങ്കിൽ ഇപ്പോഴെന്തെങ്കിലും ചെയ്ത പാവം കാണും, അല്ലെ നമ്മുടെ കാരണവന്മാരായിട്ട് ചെയ്ത ഒരു പാവഫലം കാണും. ഇങ്ങനെയുള്ള 2-3 പാവങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ കാണും.
അത് മാറാൻ വേണ്ടിയിട്ടാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. അതല്ല എങ്കിൽ അവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ എളുപ്പം തരാൻ പറ്റും. നമ്മൾ ഈ ചോദിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഈ പാവങ്ങൾ തീർന്ന് കുറച്ച് ദിവസം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്ത് കാര്യത്തിനാണേലും ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ജനിച്ചപ്പോൾ നമ്മൾ ഇത്രയും ഉണ്ടോ? ഇല്ല. നമ്മുടെ അച്ഛനും അമ്മയൊക്കെ എന്തോരം കഷ്ടപ്പെട്ടാണ് നമ്മളിപ്പോൾ ഈ നിലയിൽ ഈ വളർച്ചയിൽ എത്തിയിരിക്കുന്നത്, ശരിയല്ലേ? എന്ന് പറഞ്ഞത് പോണക്കാണ് നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. അത് ഒരു പഴഞ്ചൊല്ലില്ലേ, പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറഞ്ഞത് പോണക്ക് ക്ഷമ ആട്ടും സൂപ്പിന് ബലം ചെയ്യും. അല്ലാതെ നമ്മൾ അങ്ങോട്ട് ഓടി അങ്ങ് ചെന്നിട്ടൊരു കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. നമ്മുടെ കുറവ് വശങ്ങളും പാവങ്ങളും എല്ലാം പരിഹരിച്ചിട്ട് കിട്ടുന്ന ആ അനുഗ്രഹം നമുക്ക് നിത്യമായിട്ടും കിട്ടും. അതല്ല എങ്കിൽ ഇപ്പം നമ്മുടെ ഹിന്ദു പുരാണത്തിൽ പറയുന്ന കണക്ക് നമുക്കൊരു പുനർജന്മമുണ്ട്. അപ്പോൾ അത് അട്ടയായിട്ടോ പാമ്പായിട്ടോ കഴുതയായിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. പക്ഷേ ഈ പാവങ്ങൾ തീർത്തിട്ടാണ് നമുക്ക് ഈ അനുഗ്രഹം കിട്ടുന്നെങ്കിൽ അടുത്ത ജന്മവും ഒരു മനുഷ്യജന്മമായിട്ട് തന്നെ പിറക്കാനുള്ള അവസരം നമുക്കുണ്ടാകും. ഇത് നമ്മുടെ പുരാണങ്ങളിൽ പറയുന്നതാ കേട്ടോ, ഞാനായിട്ട് പറയുന്നതോ എടുക്കുന്നതോ ഒന്നുമല്ല കേട്ടോ. നിങ്ങൾക്ക് ഭഗവത്ഗീതയോ രാമായണോ നാരായണിയൊക്കെ വായിച്ചാൽ നിങ്ങൾക്കിത് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ വിശ്വാസങ്ങളാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അല്ലാതെ നമ്മൾ ഓടി അടുത്ത സ്ഥലം പിടിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അവിടെ തന്നെ നിന്ന് പോരാടി നമ്മൾ വിജയം കൈവരിക്കണം. നമ്മുടെ അപ്പന് നമുക്കൊരു കാര്യം സാധിച്ചു തരാൻ പറ്റില്ല, ചിലപ്പോൾ സാഹചര്യവശാൽ കൈ കണ്ടെത്തില്ല. ഉടനെ നമ്മൾ അടുത്ത വീട്ടിൽ ചെന്ന് ആ കാര്യം സാധിച്ചിട്ട് വരുമോ? പക്ഷേങ്കിൽ അത് ഇന്നലെ നാളെ നമ്മൾ തിരിച്ചു കൊടുക്കുകയും ചെയ്യണം. ജീവിതത്തിൽ എന്നും നമ്മൾ അവരോട് കടപ്പെട്ടു ഇരിക്കും. ആ സമയത്ത് നമ്മുടെ അപ്പനോ അമ്മയോ നമ്മുടെ കൂടപ്പുറപ്പുകളോ നമുക്കൊന്ന് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും അവർക്ക് തിരിച്ചു കൊടുക്കാനോ അവർക്ക് വേണ്ടിയിട്ട് അതിന് കണക്ക് വെക്കുകയോ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ സ്ഥലം ആ ദൈവത്തിന് അനുഗ്രഹം കൂടുതൽ കിട്ടും അവിടെ പോയാൽ, അല്ലെ അവിടെ പോയാൽ അതിലും വലിയ അനുഗ്രഹം ഉണ്ടാകും. ഇങ്ങനെയുള്ളതൊന്നും ഓർത്ത് നമ്മൾ ഓടിപ്പിടച്ച് നിൽക്കണ്ട. നമുക്ക് നമ്മുടെ അപ്പനും അമ്മയും ഒരു കാര്യം സാധിച്ചു തന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഓട്ടനെ നമ്മൾ അടുത്ത വീട്ടിലെ കോടീശ്വരനായ അപ്പനെയും അമ്മേനെയും നമ്മുടെ അപ്പനും അമ്മയായിട്ട് കാണുമോ? അല്ലെ അവർ നമ്മളെ ദത്തെടുക്കുമോ? ഒന്നുമില്ലാന്നേ. നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കണ്ടു ചെയ്യുക. പരമാവധി നമ്മളാർക്കും ഒരു ഉപകാരം ചെയ്യണ്ട, പക്ഷേ ഉപദ്രവിക്കാതിരിക്കുക. ആരെക്കുറിച്ച് മോശം അഭിപ്രായങ്ങളൊന്നും പറയാതിരിക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും ശുദ്ധിയും വെടുപ്പും ഉള്ളതായിട്ടിരിക്കണം. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.